ഹലോ ഗൈസ്, ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് രണ്ടാമത്തെ ദിവസം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനിക്കാർ ലോഡ് ചെയ്തതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുവന്നാണെങ്കിൽ പറയാം. സ്ഥലം എന്നല്ലേ, സ്ഥലം നമ്മുടെ മനസ്സിലാകുന്നില്ല. ഇതുണ്ട് അപ്പുറത്ത് എന്താണ്ടൊക്കെ ഓടി നടപ്പുണ്ട്. കണ്ണാടി പോലും ഇല്ല, കാരണം ഇപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടാമത്തെ ദിവസം എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഷോപ്പുകളൊന്നുമില്ല. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് ലുലു കൊടുക്കാൻ പോയി. ലുലു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം 4:30 എല്ലാവരും 3:45 4 മണി. അവിടെ നിന്ന് പിന്നെ അടുത്ത ലൊക്കേഷൻ പോകുമ്പോൾ ഇങ്ങനെ പോലും 5:05. പക്ഷേ അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ 6 മണി വരെ മാക്സിമം ഉള്ളൂ. 5:05 5 മണി വരെ മാക്സിമം ഉള്ളൂ. പിന്നെ ഓടിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇനി നാളെ കട തുറക്കില്ല, സോ നിങ്ങൾ തിങ്കളാഴ്ച തന്നെ ആയിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ. സോ വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ രാവിലെ തൊട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാം. രാത്രിയായാലും നാളെ രാവിലെ ആവുള്ളൂ. അങ്ങനെ ഇരിക്കണം. കഷ്ടപ്പാട് തന്നെ കളിയാ, കഷ്ടപ്പാട് തന്നെ. വണ്ടിക്കകത്ത് പിന്നെ ഈസി ആയതുകൊണ്ട് കുഴപ്പമില്ല. 2 ഗ്ലാസ് തുറന്നിട്ട് കാറ്റുകൊണ്ടിരിക്കുക, ചൂടെടുത്തിട്ട്. ഉച്ചക്കൊക്കെ കാണണമായിരുന്നു, വീഡിയോ എടുക്കാനതാ വയ്യ. ചെറിയൊരു ഇളം കാറ്റ് വീശി അതിൽ കൊണ്ട് അങ്ങനെ അങ്ങിരിക്കും. ചിലർ പറയും 2 ഇറ്റ് കൊണ്ട് പോയാൽ പോയി. അതുപോലെയുണ്ട്, 2 തുള്ളി കാറ്റകത്തോട്ട് വന്നാലായി. ചൂട് കാറ്റായിരിക്കും. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ സീലിങ്ങൊക്കെ ചൂടായിട്ട് ഒരു രക്ഷയില്ലാത്ത ചൂടും അമ്മാതിരി. പിന്നെ ഞായറാഴ്ച കൊണ്ട് റോട്ടിൽ വണ്ടി ഇല്ലാത്തവരെ വണ്ടി പോയി കാറ്റുള്ളതെന്ന് അതൊന്നും നടക്കില്ല. ഇപ്പം രാത്രി കുറച്ച് വണ്ടി പോകുന്നുണ്ട്. രാവിലെ കൊള്ളാം, പൊടി അടിച്ചിട്ടേ എന്തോ എനിക്കറിയില്ല. അപ്പോൾ 2 ദിവസമായിട്ടിരുന്ന് പുഴുങ്ങ മലയാളി കണ്ടെന്നറിയാം, എന്നാലും പറഞ്ഞു നോക്കൂ. അപ്പം ശരിയെന്നാ, കുറച്ച് നേരം തണുത്ത കാറ്റ് കൊള്ളട്ടെ.